ഏകലവ്യന്റെ ഏകാഗ്രത തകർത്തുകൊണ്ട്. നിർത്താതെ വീണ്ടും വീണ്ടും. എന്നാൽ ഏകലവ്യൻ പരിഭ്രമിച്ചില്ല, പതറിയില്ല. അവന്റെ കണ്ണുകൾ പൂർണ്ണ ശാന്തതയോടും മൂർച്ചയേറിയ ശ്രദ്ധയോടും കൂടി ലക്ഷ്യത്തിൽ ഉറച്ചു. ആ നിമിഷം മറ്റെല്ലാം അദൃശ്യമായി. ഒരൊറ്റ വേഗമേറിയ ചലനത്തിൽ അവൻ ഒരേ സമയം 7 അമ്പുകൾ ഞാണിൽ തൊടുത്തു. പേശികൾ മുറുകി. പിടി ഉറച്ചു. വില്ല് അതിന്റെ പരിധിവരെ വളഞ്ഞു. പിന്നെ അവൻ വിട്ടു. 7 അമ്പുകൾ ഒരേ സമയം വായുവിലൂടെ പറന്നു. ഇടിമിന്നൽ പോലെ. ഓരോന്നും കൃത്യമായ ലക്ഷ്യത്തിൽ. നായയുടെ തുറന്ന വായിൽ കൃത്യമായി പതിച്ചു. അതിനെ ഒട്ടും ഉപദ്രവിക്കാതെ തുറന്ന നിലയിൽ നിർത്തുന്ന ഒരു കൂട് രൂപപ്പെട്ടു. പതുക്കെ നായ പാണ്ഡവരുടെ അടുത്തേക്ക് തിരിച്ചു നടന്നു. അവർ അതിനെ കണ്ടപ്പോൾ അവർക്ക് കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അർജുനന്റെ കൈകൾ വിറച്ചു. ഈ ലോകത്ത് ആർക്കാണ് ഇത്തരം അസാധ്യമായ കൃത്യത? അവർ നിശബ്ദരായി കാട്ടിൽ മുന്നോട്ട് നടന്നു. നായ വന്ന ദിശയിലൂടെ. ആഴത്തിലേക്ക് പോകുന്തോറും രഹസ്യം കൂടുതൽ വളർന്നു. പിന്നെ അവർ അവനെ കണ്ടെത്തി. ഒരു യുവ ആദിവാസി ബാലൻ കാടിന്റെ ആ തുറസിൽ അഭിമാനത്തോടെ നിൽക്കുന്നു. അമ്പുകളും കളിമൺ പ്രതിമയും ചുറ്റും. ഇതായിരുന്നു ഏകലവ്യൻ. ലോകം മറന്നുപോയ ആ ബാലൻ. ആരും പരിശീലിപ്പിക്കാത്ത ആ അമ്പെയ്ത്തുകാരൻ. തുടർന്ന് എന്ത് സംഭവിച്ചു എന്നറിയാൻ രതിൽ 5 കാണൂ. ഇത്തരം കഥകൾക്കായി ഇപ്പോൾ തന്നെ എഴുതി ഫോളോ ചെയ്യൂ.